ഇതിൽ ഈ അതിദാരിദ്ര്യം എന്ന വാക്കാണോ പ്രശ്നവൽക്കരിക്കപ്പെട്ടത്? പകരം അതിനെ നിരാലംബമുക്തമായ കേരളം എന്നാക്കിയിരുന്നെങ്കിൽ പ്രതിപക്ഷം ഒരുപക്ഷെ ഇത്ര കണ്ട് വിമർശിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഈ സാമൂഹിക വിദഗ്ധർ ഈ അതിദാരിദ്ര്യത്തിന് നിർവചനം ചോദിക്കുമായിരുന്നു. അതിന് ആശ്രയ പദ്ധതിയുമായും അഗതി മോചന മിഷനുമായിട്ടുമൊക്കെയുള്ള ബന്ധം അവർ തിരയില്ലായിരുന്നല്ലോ. ഈ പേരിട്ടതിനകത്ത് അഥവാ അതിദാരിദ്ര്യമുക്തം എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ടൈറ്റിലായിരുന്നോ പ്രശ്നം? അനിൽകുമാർ, അല്ല, ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യവും ഗവൺമെൻറ്റും കാണുന്നത്. കോടാനുകൂടി മനുഷ്യർ ഇന്ത്യ രാജ്യത്ത് ദരിദ്രരായും അതിദരിദ്രരായും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടാമത്, നമ്മുടെ ഭാരതത്തിലൊരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അതിൽ കാറൽ മാർക്സ് കൃത്യമായി ചൂണ്ടിക്കാണിച്ച പോലെ മുതലാളിത്തം ശക്തിപ്പെടുമ്പോൾ പാപ്പരീകരണമാണ് ഉണ്ടാവുക. മൂന്നാമത്, ലോകത്ത് ആഗോളവൽക്കരണം ശക്തമായി നടപ്പിലാക്കുകയും അത് ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെങ്ങാത്ത മുതലാളിത്തം ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ പാപ്പരീകരണം തീവ്രമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ബദൽ നിർമ്മിക്കാനുള്ള കേരളത്തിൻ്റെ പരിശ്രമമാണ് 2016 പിണറായി വിജയൻ സർക്കാർ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിദാരിദ്ര്യമുക്തമായ കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് 2017 പ്ലാനിംഗ് ബോർഡ് അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട MP രാജേഷ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് PR ഏജൻസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആരംഭിച്ചതല്ല, ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഈ പൊളിറ്റിക്സിനുള്ള കരുത്ത് ഇവിടുന്നുണ്ടായി. നമ്മുടെ കേരളം അതിദാരിദ്ര്യ വിമുക്തമാകുക എന്നൊരാശയം ഉണ്ടാകണം. എന്ത് വേണം? ദാരിദ്ര്യ വിമുക്തമാക്കാൻ വേണ്ടുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇച്ഛാശക്തി അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരണം. അത് ഉയർത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 57 EMS സർക്കാരാണ്. ഇവിടെ നടന്ന പോരാട്ടങ്ങളാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി അത് പറഞ്ഞു. കയ്യൂരും കരിവെള്ളൂരും പുന്നപ്ര വയലാറും ഇവിടെ ജോലിക്കായി നടന്ന സമരങ്ങളും ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടവും AKGയുടെ പോരാട്ടവും കുടികിടപ്പ് സമരവും മിച്ചഭൂമി സമരവും എല്ലാം കൂടിച്ചേർന്ന ഒരു പരിസരമുണ്ട്. ഇതിൻ്റെ ഫലമായി കൂലി കിട്ടിയ മനുഷ്യർ, വിദ്യാഭ്യാസം കിട്ടിയ മനുഷ്യർ, ഭൂമി കിട്ടിയ മനുഷ്യർ അവരാണ് ഉയർന്നു പോയത്. ഇതിൻ്റെ ഫലമായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അന്തരം കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിദാരിദ്ര്യം അവിടെ നിൽക്കട്ടെ, അതിസമ്പന്നരും അതിദരിദ്രരും തമ്മിലുള്ള അകലം കുറയുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 30% എന്ന് പറയുന്നത് അല്പം ഉയർന്ന സാമ്പത്തികമാണ്. ഒരു 30% എന്ന് പറയുന്നത് ഇപ്പോഴും ഏറ്റവും താഴെയുള്ള സാമ്പത്തിക നിലയിൽ നിൽക്കുന്നവരാണ്. ഇതിനിടത്തരക്കാരൊരു വിഭാഗത്തിലുണ്ട്. എന്നാൽ ഇതിലൊന്നും പറയാത്ത പുറമ്പോക്കിലുള്ളവരായ കുറേ മനുഷ്യരുണ്ട്. റേഷൻ കാർഡ് ഇല്ലാത്തവർ, ഒരു പദ്ധതിയിലും സഹായം കിട്ടാത്തവർ, അവരെ ഞങ്ങൾ തേടിപ്പോയിട്ടുണ്ട്. അത്രയൊരു കുറ്റം ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത്തരം ഒരു കുറ്റം എന്താ ഞങ്ങൾ ചെയ്തത്? കേരളത്തിനകത്ത് LDFൻ്റെ കാഴ്ചപ്പാട് ഇനിയും കൂലി വർദ്ധിപ്പിക്കണമെന്നാണ്. ഒരു 3 കൊല്ലം 4 കൊല്ലം കൂടെ LDFന് അവസരം തന്നാൽ എല്ലാവർക്കും വീടുള്ള കേരളം ഉണ്ടാകും. അപ്പോൾ എന്താണ്, ഇവിടെ ചില ആളുകൾ പറഞ്ഞ പോലെ 5,15 ലക്ഷം പേർ IAYയിലില്ലേ? അവർ അതിദാരിദ്ര്യത്തിൻ്റെ കണക്ക് 5,15 ലക്ഷം, 5,41,000 പേരില്ലേ? അവരെ കൂടി ആ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു തുടർഭരണം കൂടെ വേണം. ഇപ്പം തൽക്കാലം ഞങ്ങളെ കൊണ്ട് പറ്റിയത് എന്താണ്? ഇതൊന്നും രഹസ്യമായിട്ട് ചെയ്തതല്ല കേട്ടോ. ബഹുമാനപ്പെട്ട വിദഗ്ധന്മാരോട് പറയുകയാണ്. എന്തായാലും മിനിങ്ങാന്ന് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞത് AI ടെക്നോളജി ഉപയോഗിച്ച സർവേ ആണെന്നാണ്. ഇന്നെന്തായാലും അങ്ങനത്തെ സർവേ ആണെന്ന് പറഞ്ഞില്ല. ഞാനിവിടെ നിങ്ങൾ ആരും പറയാത്തൊരു പോയിന്റ് പറയാം. ഈ സർവേ ആദ്യം കേരളമാകെ നടത്തുകയല്ല ചെയ്തത്. ഈ സർവേ നടത്തിയ പൈലറ്റ് പ്രൊജക്റ്റുകൾ കേരളത്തിലുണ്ടായിരുന്നു. അതിലൊരു സ്ഥലത്തിൻ്റെ പേരാണ് തിരുനെല്ലി. ഈ CK ജാനുവും അതുപോലെ ഗീതാനന്ദനും ഒക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. ആ വയനാട് ജില്ലയാണ്. ആ വയനാട് ജില്ലയിലെ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് നാളെ പോകാൻ ഡോക്ടർ മേരി ജോർജിനോട്. അവിടുത്തെ ഉന്നതികളിൽ നിന്ന് റിപ്പോർട്ടർമാർ, ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർമാർ മിനിഞ്ഞാന്ന് വൈകുന്നേരം സംപ്രേഷണം ചെയ്ത വാർത്ത ഞാൻ കേൾപ്പിക്കാം. ഇതിൻ്റെ ഫലമായി അവിടെ ഉണ്ടായ മാറ്റം ഇനിയും വല്ല മാറ്റം ഉണ്ടാകാനുണ്ടോ? ഡോക്യുമെൻറ്റുകളുടെ കുറവാണോ ഉള്ളത്? ഇന്നലെ ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പ്രകാശനം ചെയ്തിട്ടുള്ള ഈ പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ അവസാനത്തെ റിപ്പോർട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന തുടർപ്രവർത്തനങ്ങളുടെ രേഖയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് വെളിപ്പെടുത്തിയ ഏതെങ്കിലും രേഖ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പെങ്കിലും വായിച്ചോ? നിങ്ങൾ വായിച്ചിരുന്ന ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുമോ? ഒന്നാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട് കില തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠ്യപദ്ധതി ഇല്ലേ? അതിൻ്റെ ഭാഗമായി അവർ തയ്യാറാക്കി വെച്ചിട്ട് കിലയിൽ പരിശീലനം നടത്തിയില്ലേ? കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചയിൽ വക്താവായിട്ട് വരുന്ന ശ്രീ രാജു പി നായർ അടക്കമുള്ള ജനപ്രതിനിധികൾ അവിടെ പോയി പങ്കെടുത്തില്ലേ? അവരുടെ അഭിപ്രായം കേട്ടില്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ പൈലറ്റ് പ്രോജക്റ്റ് ഉണ്ടായത്? പൈലറ്റ് പ്രോജക്റ്റിൽ നിന്നല്ലേ കേരളം മുഴുവൻ ഇത് നടത്താനുള്ള സർവേക്ക് ആളെ തേടിയത്?
ആ സർവേ നടത്തുകയും 4 ലക്ഷം ആളുകൾ പങ്കെടുത്ത സർവേയിൽ അരിച്ചരിച്ചരിച്ചാണ് താഴേക്ക് വന്നത്. ഞാൻ ഒരു പത്രത്തിൻ്റെ വാർത്ത, അതായത് ഇവരുടെ എല്ലാം പ്രസ്താവന അച്ചടിച്ച് വന്ന പത്രത്തിൻ്റെ വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് അതീവ ദരിദ്രരെ കണ്ടെത്തിയത് ഇങ്ങനെ: ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ ദരിദ്ര കുടുംബങ്ങൾ 1,18,326, സബ് കമ്മിറ്റി അംഗീകരിച്ചവ 87,158, എന്യൂമറേഷൻ നടത്തിയവ 87,158, അതിനുശേഷം സൂപ്പർ ചെക്ക് നടത്തിയപ്പോൾ 17,265, അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അവരുടെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടവ 73,747, അവസാനം ഗ്രാമസഭ അംഗീകരിച്ച അന്തിമ പട്ടിക 64,006. നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ഗ്രാമസഭ അംഗീകരിക്കാത്തത് നമുക്ക് നടപ്പാക്കാനാകുമോ? സർക്കാരിന് നടപ്പാക്കാനാകുമോ? ഞാൻ ഈ പത്രവാർത്ത വായിക്കുന്നത് എവിടുന്നാണെന്നറിയോ? 3 കൊല്ലം മുമ്പത്തെ കേരളത്തിലെ ഒന്നാമത്തെ പത്രത്തിലെ വാർത്തയാണ്. നിങ്ങൾ ഒരു റിപ്പോർട്ടും വായിക്കണ്ട, നിങ്ങളുടെ പ്രസ്താവന അച്ചടിച്ച് വന്ന പത്രം വായിച്ചോ. ഒരു ഈ കേരളത്തിലെ UDFനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പത്രം 3 കൊല്ലം മുമ്പ് എഴുതിയതാണ്. അതിൽ ഞങ്ങളുടെ കോട്ടയം ജില്ല ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള ജില്ലയാണെന്ന് എൻ്റെ എഴുതി. 1,245 ദരിദ്ര കുടുംബങ്ങളെ കോട്ടയത്തുള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് മറ്റ് ജില്ലകൾ, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ. ആ പത്രം എഴുതിയതാണ്. ഇതൊന്നും ഈ നാട്ടിൽ നടന്നപ്പോൾ ഒന്നും കാണാതെ കേൾക്കാതെ ഓരോ ഇപ്പം ധർമ്മടം മണ്ഡലം അതിദാരിദ്ര്യമായി പ്രഖ്യാപിച്ച് എത്ര നാൾ മുമ്പാണ്? ധർമ്മടം മണ്ഡലം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ ചാനലിലെ റിപ്പോർട്ടർമാർ പോയിട്ട് ധർമ്മടം മണ്ഡലത്തിൽ ഇന്നയാൾ ബാക്കി, കോൺഗ്രസ്സുകാർക്ക് പറയാൻ വയ്യായിരുന്നു. മുഖ്യമന്ത്രി മെയിൻ നടിക്കുന്നു, PR വർക്കാണ്. ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ പോയിട്ട് പറയണ്ടേ? കോട്ടയം ജില്ല പ്രഖ്യാപിച്ചിട്ട് ബഹുമാനപ്പെട്ട MP രാജേഷാണ് ഇവിടെ കോട്ടയത്ത് പ്രഖ്യാപിച്ചിട്ട് 2 മാസമായി. കോട്ടയത്ത് ഒരാൾ പോലും മിണ്ടിയില്ല, ഒരൊറ്റ MLA പോലും മിണ്ടിയില്ല. ഇവിടെ കോൺഗ്രസ്സുകാരില്ലേ? എന്താ മിണ്ടാത്തത്? ഇവിടെ പദ്ധതി ഇത്രേ ഉള്ളൂ. 64,006 കുടുംബങ്ങളെയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഇനി കണ്ടെത്താൻ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട അരുൺ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ പോയി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പണം. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ദരിദ്രരെ തേടിപ്പോയി. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനൊരു ദരിദ്രനുണ്ട് എന്ന് ഒരു കോൺഗ്രസിൻ്റെ വക്താവ് ശ്രീകുമാർ സാറിനെ അറിയിച്ചു. നന്ദി പറയുകയാണ്. കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും ദരിദ്രരെ തപ്പിപ്പോയല്ലോ. 71 ഗരീബി ഘടാവോ പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഇത്രയും കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ദരിദ്രരെ തേടിപ്പോയി. പക്ഷേ ഈ ബഹുമാനപ്പെട്ട ഏറ്റവും അവസാനം വിദഗ്ധനോട് 2001 ഇവിടെ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു പദ്ധതിയിലും വരാത്തവരാണ്. അതാണ് ഇതിൻ്റെ പോയിന്റ്. 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിദാരിദ്ര്യ മാനദണ്ഡം. അരുൺകുമാറിനോട് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യല്ലേ എന്താണ് അതിദാരിദ്ര്യ മാനദണ്ഡം. അപ്പോൾ ഒരു മാനദണ്ഡമല്ല, 4 കാര്യങ്ങളുണ്ട്. ആശ്രയ പദ്ധതിയിൽ അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാവും. കുറേ പേര് ആശ്രയ പദ്ധതി കൊണ്ട് മാത്രം ഇതിലേക്ക് എല്ലാവരുടെയും വീട്ടിൽ ഭക്ഷണം എത്തിക്കും. നമ്മൾ പല കാര്യങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറയുന്ന പോയിന്റ് അദ്ദേഹം പറയുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ചെയ്യുന്ന കാര്യമാണ്. സത്യത്തിൽ എന്താണ് യാഥാർത്ഥ്യം? ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം 8 പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു. ആദ്യത്തെ 600, ഇപ്പോൾ 900. ഈ ഏതെങ്കിലും പ്രോഗ്രസ് കാർഡ് ഇദ്ദേഹം വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊരു ചർച്ചയിൽ ഒരു വിദഗ്ധനെ കൊണ്ടുവരുമ്പോൾ ആദ്യം ഇതെങ്കിലും ഒന്ന് വായിക്കാനുള്ള മനസ്സുള്ളവരെ കൊണ്ടുപോവാ. ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ ഇപ്പം 3 പേരുണ്ട്. ഞാൻ ഒറ്റയ്ക്കാവുന്ന ബഹുമാനപ്പെട്ട അത്രയും വെളിപ്പെടുത്തിയത് നന്ദി. അല്ലല്ല, ഞാൻ പറയട്ടെ. പിന്നെങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ തോന്നിയത്? നിങ്ങൾക്കിത് ഈ കഴിഞ്ഞ 1-ാം തീയതി ഉണ്ടായ പ്രഖ്യാപനമാണ് PR എന്ന് തോന്നിയത്? പറയട്ടെ ഞങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് വിശദീകരണമുണ്ട്. അതെ, നിങ്ങളെ മറുപടി പറഞ്ഞോളൂ. പക്ഷേ PR പറയട്ടെ, ഞങ്ങളുടെ PR എന്താണെന്നറിയോ? ഈ നാട്ടിൽ ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഞാൻ ബഹുമാനപ്പെട്ട ഇദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞോളൂ, ഏതെങ്കിലും സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഏതെങ്കിലും ആശുപത്രി നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഇവിടുത്തെ റോഡുകളുടെ വികാസത്തിൽ ഈ 10 കൊല്ലം കൊണ്ടുണ്ടായ മെഡിക്കൽ കോളേജിൽ അത് മുഴുവൻ അനുഭവിച്ചു. ഒരു കാര്യം മനസ്സിലാക്കി, അതിനാവശ്യമായ പണം ഇപ്പൊ സർക്കാർ അനുഭവിച്ചിട്ടുണ്ടെന്ന്. എന്താ ഈ കുടിശ്ശിക വരുന്നത്? ഞാൻ പറയട്ടെ ഈ കുടിശ്ശിക എന്താ വരുന്നത്? ഞാൻ ഈ കുടിശ്ശിക എങ്ങനെയാ വരുന്നത്? സർക്കാരിന്റെ വരുമാനം വരുമ്പോൾ ചെലവ് ചെയ്യും. ഞാൻ പറയട്ടെ സാർ, ഇവിടെ 3 പേരും സംസാരിക്കുന്നുണ്ട്, നന്ദി പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട മേരി ജോർജ് മാഡം പ്ലാനിംഗ് കമ്മീഷൻ്റെ മെമ്പറായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത്. മാഡത്തിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ ലാസ്റ്റ് എക്സ്പെൻഡിച്ചർ 2016 മാർച്ച് 31. ബഹുമാനപ്പെട്ട മാഡം ഓർക്കണം, 76,082 കോടി രൂപയാണ് നിങ്ങളുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ലാസ്റ്റ് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ KN ബാലഗോപാലിൻ്റെ ബഡ്ജറ്റ് 2 ലക്ഷം കോടിയാണ്.
കഴിഞ്ഞ മാർച്ച് 31 എക്സ്പെൻഡിച്ചർ എത്രയാണ്? 1,86,000 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കണക്ക് നോക്കൂ, ഞാൻ കണക്ക് ഓഫ് ഹാൻഡായിട്ട് പറയുകയാണ്. 2 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിലെ ബഡ്ജറ്റ് മാറിയാൽ കേരളം വളരുകയല്ലേ? ആ വളരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നത്, കേരളത്തിലെ അതിദാരിദ്ര്യത്തെ മുക്തമാക്കുമ്പോൾ ഇപ്പോൾ ദരിദ്രാവസ്ഥയിൽ മനുഷ്യരുണ്ട്, അവരെ അതിൻ്റെ അടുത്ത മേൽത്തട്ടിലേക്ക് ഉയർത്താൻ, അവരുടെ വരുമാനം ഇരട്ടിയാക്കാൻ ഉള്ള പദ്ധതിയിലേക്ക് വരുമ്പോൾ അവർക്ക് കൂലി കൂടുതൽ വാങ്ങിച്ചു കൊടുക്കണം. അതിനടുത്ത പദ്ധതിയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് പദ്ധതി? ബഹുമാനപ്പെട്ട പി രാജീവൻ്റെ നേതൃത്വത്തിൽ പുതിയ വ്യവസായ പാർക്കുകൾ, IT പാർക്കുകൾ, അതിൻ്റെ ഭാഗമായിട്ട് 2 ലക്ഷം കോടി രൂപയുടെ പുതിയ നിക്ഷേപങ്ങൾ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മാസം 10,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ, തദ്ദേശീയ മൂലധനം, ദേശീയ മൂലധനം കേരളത്തിലേക്ക് വരുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഓഫ് ഹാൻഡായിട്ടല്ല പറയുക, റിക്കാർഡിക്കലായിട്ട് സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അവർ ഓഫർ ചെയ്യുകയാണ്. ഇപ്പം തന്നെ 1 ലക്ഷം ജോലി കേരളത്തിലെ വിജ്ഞാന കേരളം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഡിമാൻഡായിരിക്കുന്നു കേരള സർക്കാരിൻ്റെ പക്കൽ. ആ ജോലിയിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജിങ് പരിപാടി സർക്കാർ കൊണ്ടുവരികയാണ്. ഒരു ബ്രിഡ്ജിങ് പരിപാടി കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ? ഒരു കുട്ടിക്ക് നൂതന സാങ്കേതിക വിദ്യയിലേക്ക് കടന്നു കയറാൻ വേണ്ടി നൈപുണ്യ വികസനത്തിന് ഒരു ബ്രിഡ്ജിങ് കോഴ്സിന് കാലത്ത് 1,000 രൂപ ചോർക്ക് കൊടുക്കുന്നു. അത് ഒരിതാണോ? ഇന്നേ വരെ ഇല്ലാത്ത നൂതന പദ്ധതിയാണ്. എന്താണത്? 1,000 രൂപ വീട്ടമ്മയ്ക്ക്, കാണാപ്പണിയെടുക്കുന്ന വീട്ടമ്മയ്ക്ക് 35 പൈസയിൽ 1000, 35 ലക്ഷം മനുഷ്യർക്ക് കിട്ടുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, നമ്മുടെ കേരളത്തെ അടുത്ത സ്റ്റേജിലേക്ക് ഉയർത്താനുള്ള പരിശ്രമമാണ്. അത് പക്ഷേ 4.5 വർഷമാകുമ്പോൾ മാത്രം 2023 ബഡ്ജറ്റിൽ എന്തുകൊണ്ട് വന്നില്ല? ഇതൊക്കെയാണ് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം. തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ചൊരു ഒരാഴ്ച ബാക്കി നിൽക്കുന്നു. തദ്ദേശ ഉത്തരം കൃത്യമായിട്ട് അപ്പോഴാണല്ലോ ഈ പ്രഖ്യാപനം. ആ സമയമാണ് പ്രതിപക്ഷത്തിന് സംശയം ഉണ്ടാക്കുന്നത്. ഉത്തരം കൃത്യമായിട്ട് അതെ, ഒരു സംശയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്താണ് കേരളത്തിൻ്റെ പ്രശ്നം? നമ്മൾ കോവിഡ് എന്നാ കഴിഞ്ഞു പോയത്? 2022 ആയപ്പോഴാണ് എൻ്റെ ആഘാതം കഴിഞ്ഞു പോയത്. കോവിഡ് ഇല്ലായിരുന്നെങ്കിലോ? ബഹുമാനപ്പെട്ട അരുൺകുമാറിനോട് ഞാൻ ഇന്നത്തെ രാത്രി പറയുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി MB രാജേഷ് വ്യക്തമാക്കിയതുപോലെ 2017 പ്ലാനിംഗ് ബോർഡ് ഈ അജണ്ട മുന്നോട്ട് വെച്ചപ്പോൾ എന്താ അവരുടെ ലക്ഷ്യമിട്ടത്? 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കാനാണ്. പക്ഷേ ആ സർക്കാരിൻ്റെ കാലത്ത് പ്രളയം 2 വന്നു, കോവിഡ് വന്നു, നിപ്പ വന്നു, ഓക്കി വന്നു. അപ്പോൾ അന്നേരം ആ ശക്തിയിൽ മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർഭരണം കിട്ടി. തുടർഭരണം കേട്ടതിൻ്റെ സൽഫലങ്ങൾ കേരളം എടുക്കാൻ തുടങ്ങി. നിങ്ങളൊരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ, നമ്മളൊരു 120 ദിവസം വിളവുള്ള ഒരു വിത്ത് വിതച്ചാൽ നെൽവയലത് വിത്തായി കൊയ്യേണ്ട ഘട്ടമാകുന്നത് 120-ാം ദിവസമല്ലേ? ഞങ്ങൾക്ക് 60 മാസമാണ് കിട്ടുന്നത്. ഈ 60 മാസത്തിൽ 56 മാസമായി, അല്ലെ 54 മാസമായി. 54 മാസമായപ്പോൾ അതിൻ്റെ വിളവ് വരാൻ തുടങ്ങി. വിളവ് വരാൻ തുടങ്ങുമ്പോൾ വിളയെടുക്കാൻ ഭയപ്പെടണം മലയാളിയോട്. വിളവ് വരാൻ വരുമ്പോൾ ആരും വിളയെടുക്കാൻ ഭയപ്പെടരുത്. ഈ വിള നമ്മളുടെ കേരളത്തിൻ്റെതാണ്. അതിനെ കേരളത്തിൻ്റെതായി കാണാൻ സൗമനസ്യമില്ലാത്ത പ്രതിപക്ഷം ഓടിയൊളിച്ചു. ചോദ്യങ്ങളില്ലായിരുന്നു. ഒറ്റ കാര്യത്തിൽ നന്ദി പറയുന്നു. Debate with Dr. Arun Kumar.